സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിരവധി വികസന പദ്ധതികളാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടിന്റെ 40% പോലും ചെലവഴിക്കാനായിട്ടില്ല. നോക്കാം ഇടത് ഭരണത്തിൽ തകർന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേർസാക്ഷ്യം. അശ്വതി തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. നമസ്കാരം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു? പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടോ? LDFന്റെ കെടുകാര്യസ്ഥത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്തെറിഞ്ഞതെങ്ങനെ? വസ്തുതകളും ദൃശ്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൂടാരമായി LDF ഭരണം മാറിയോ? സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനായി ഏറ്റവും കൂടുതൽ കൊട്ടിയാഘോഷിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ യാഥാർത്ഥ്യം അഴിമതിയുടെയും കമ്മീഷന്റെയും കഥയാണ്. ഈ പദ്ധതിക്ക് പിന്നിലെ പ്രധാന സാമ്പത്തിക സ്രോതസ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന കേന്ദ്ര പദ്ധതിയുടെ ഫണ്ടും. എന്നാൽ സംഭവിച്ചത് എന്താണ്? LDF ഭരണസമിതിയുടെ സ്വജനപക്ഷപാതം കാരണം അർഹതയില്ലാത്തവർക്ക് വീട് ലഭിച്ചു. 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഇന്നും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ലൈഫ് മിഷൻ ഫണ്ടിൽ നടന്ന കമ്മീഷൻ തട്ടിപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലത്തിൽ വരെ വ്യാപിച്ചു. അഴിമതിയുടെ കറപുരണ്ട ഈ ഭരണം പാവപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നത്തെ ചവിട്ടി മെതിച്ചു. കേന്ദ്രത്തിന്റെ വികസന ഫണ്ട് തട്ടിയെടുക്കാനുള്ള LDF സർക്കാരിന്റെ ശ്രമമാണ് ഈ പരാജയങ്ങൾക്ക് പിന്നിൽ. ഞാൻ മാസങ്ങളോളം ഉറങ്ങിയിട്ട് കാലങ്ങളായി 4 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു കറണ്ടിൻ്റെ അവർ വീട് തരുമെന്ന് തന്ന് അങ്ങനെ ഈ താമസിച്ചുകൊണ്ടിരുന്ന കൂടി ഒരു വീടുള്ളത് ഞാൻ അവർ പഞ്ചായത്തുകാർ പറഞ്ഞാൽ പൊളിപ്പിച്ച് ഇതാക്കി. അതും ഇല്ല ഇതും ഇല്ലാതാക്കി എന്നെ വെള്ളത്തിലാക്കി. എൻ്റെ കറണ്ടിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ ഇരുന്ന് നനയുന്നു. എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കഴിയുന്നത്. ശുചിത്വ ഭാരത് മിഷൻ വഴി കേന്ദ്രം നൽകിയ ഫണ്ടുകൾ ഉണ്ടായിട്ടും മാലിന്യ സംസ്കരണത്തിൽ LDF ഭരണകൂടം ദയനീയമായി പരാജയപ്പെട്ടു. മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് LDF ഭരണത്തിന്റെ നിസ്സംഗതയുടെ ഫലമാണ്. സംസ്ഥാനത്തെ 1% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും മാലിന്യം സംസ്കരിക്കാൻ ശാസ്ത്രീയമായ പ്ലാന്റുകളോ സംവിധാനങ്ങളോ ഇല്ല. മാലിന്യ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് പല LDF ഭരണസമിതികളും സ്വീകരിച്ചത്. ഹരിതകർമ്മസേനയെ പോലുള്ള സംവിധാനങ്ങൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. പൊതുജനാരോഗ്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത സർക്കാരിന്റെ ദുർഭരണത്തിന്റെ ഫലമായി എന്നും കേരളം രോഗഭീതിയിലാണ്. LDF ഭരണത്തിന്റെ കീഴിൽ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ നടന്നത് സാമ്പത്തിക അരാജകത്വം. നികുതി പിരിവിലെ അലംഭാവം കാരണം സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം നികുതി പിരിക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ഫലമോ? തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന ഫണ്ടിന്റെ 40% പോലും ചെലവഴിക്കാതെ പാഴായിപ്പോയി. ഈ സാമ്പത്തിക ദുർഭരണമാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ പരാജയത്തിന് കാരണം അഴിമതി സർക്കാരിന്റെ പിടിപ്പുകേട് മാത്രമാണ്. അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തിന് മോചനം ആവശ്യമാണ്. ഈ ദുർഭരണത്തിന് അറുതി വരുത്താൻ സദ്ഭരണ മാതൃക പ്രാദേശിക തലത്തിൽ നടപ്പാക്കിയേ തീരൂ. കേന്ദ്ര ഫണ്ടുകൾ ചോരാതെ അർഹരിലേക്ക് നേരിട്ടെത്തിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹിക പ്രവർത്തകന്റെ രീതി. അവർ രാഷ്ട്രീയ പകപോക്കലില്ലാത്ത വികസനം ഉറപ്പാക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഈ വേളയിൽ വോട്ടർമാർ ഉറച്ച തീരുമാനമെടുക്കണം. അഴിമതിയും കെടുകാര്യസ്ഥതയും തുടരണോ അതോ വികസനത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നവർക്ക് അവസരം നൽകണോ എന്ന്.